മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്നതിന് മുന്നേ ഫ്രിഡ്ജിനകത്ത് 2 ആഴ്ചയായിട്ടിരിക്കുന്ന ഈ മുട്ടയെടുത്ത് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാം. കൂടെ ബ്രെഡാട്ടോ, വേറെ ആരുമല്ല. എല്ലാ ഹോസ്റ്റലേഴ്സിൻ്റെ ഫ്രിഡ്ജിനകത്ത് റൂമിനകത്തൊക്കെ എക്സ്പയർ ചെയ്യാറായ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റെങ്കിലും കാണാതിരിക്കത്തില്ല. വന്ന വഴി മറക്കരുതല്ലോ. പണ്ടൊക്കെ ഇതന്നെയായിരുന്നല്ലോ സ്ഥിരം ഫുഡ്. ഇപ്പോൾ സാലറി കിട്ടി റിച്ച് ആയപ്പോൾ പല ഐറ്റംസൊക്കെ വാങ്ങിച്ചാലും എന്നാലും വന്ന വഴി മറക്കാതിരിക്കാൻ ഒരു ട്രേ മുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡും നിർബന്ധമാണ് കേട്ടോ. പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് കോംബോ നമ്മൾ കഴിച്ചു പോകാറുണ്ടല്ലേ. ചില സമയത്ത് നല്ല അടിപൊളി ചിക്കൻ കറിയുടെ മട്ടൻ കറിയുടെ കൂടെ നല്ല സ്റ്റീം ചെയ്ത ബ്രെഡ് നല്ല റിച്ച് ബ്രെഡായിട്ട് വരും. ചില സമയത്ത് വല്ല മയോണീസോ സോസോ എന്തിനേതാ പറയുന്നത് ഉണക്ക ബ്രെഡ് ചായക്കകത്ത് കോഫിക്കകത്ത് മുക്കി വരെ കഴിച്ചിട്ടുണ്ട്. അതാണ് പൂവർ ബ്രെഡ്. അതൊരു തമാശ പറഞ്ഞാണ് കേട്ടോ. പാവം ബ്രെഡ്. നമ്മൾ ഹോസ്റ്റലേഴ്സിൻ്റെ പൊറോട്ടയും തന്തൂരി റൊട്ടിയും നാനും ഒക്കെ നമ്മുടെ ബ്രെഡാണ്. എല്ലാ കറിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും മാച്ചായി പോകും. അപ്പോൾ ഇതാ പെട്ടെന്ന് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഇതുപോലെ വിശന്നിട്ട് മന്തി ബിരിയാണി കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ 2 മുട്ടയ്ക്കകത്ത് കുറച്ച് പച്ചക്കറിയും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് പാല് ഒഴിച്ച് ബ്രെഡ് സോക്ക് ചെയ്ത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വയറുന്നറിയാം. ട്രൈ ചെയ്ത് നോക്കുക. ബൈ.